ഇപ്പൊ ഞാനിത് വീഡിയോ എടുത്തതും ഇത് പോസ്റ്റ് ചെയ്തതും ആർക്കെങ്കിലും തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി. അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കച്ചവടം ബിസിനസ് ഇത് പൂട്ടിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരു ദിവസമല്ല 2 ദിവസമായിട്ട് ഇത് സഹിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് തുടർന്നു കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവൻ ആപത്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകൾ മേടിച്ചോണ്ട് പോകുന്നതാണ് മീൻ. കംപ്ലൈന്റ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിത് പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും പേഴ്സണലി എന്തെങ്കിലും വിഷമം വന്നെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു. പക്ഷെ ഈ 2 കടക്കെതിരെ ഞാൻ പ്രവർത്തിക്കും. എന്റെ കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവര് ചെയ്യുക ദയവായിട്ട്. സോറി, മുറിഞ്ഞു പോയി വീഡിയോ. അപ്പം 2-3 പട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അവര് പച്ചക്കറിയൊക്കെ കഴിക്കും, എന്നാലും അവർക്ക് മീൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. ഇറച്ചിക്ക് വില കൂടുതലാണ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മീൻ വാങ്ങിക്കുന്നത്. അന്നേരം ഇതുപോലെ കാണിക്കാൻ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പം നിരപരാധികളായിട്ടുള്ള എത്ര പേര് ഈ 2 കടയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ പ്രവർത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം മീൻ കച്ചവടം ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്കും ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല വാടി കടപ്പുറത്ത് പോയി നല്ല ഒന്നാന്തരം ഫ്രഷ് മീനാണ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് സെയിൽ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ദ്രോഹം ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. ഞാനെന്നല്ല, ഒട്ടുമിക്ക മനസാക്ഷിയുള്ള ഒരു മലയാളികളായാലും മലയാളികളല്ല മനുഷ്യര്, ജാതിയോ മതമോ നിറവോ വർണ്ണമോ ഒന്നുമില്ല, മനുഷ്യരായിട്ടുള്ള വ്യക്തികൾ ഇതുപോലെ ക്രൂരത ചെയ്യത്തില്ല. മനുഷ്യരുടെ അർത്ഥം എന്ന് വെച്ചാൽ മനുഷ്യത്വമുള്ളവരെന്നാണ്. ഇതുപോലെ എന്നിട്ട് നമ്മളോട് പറഞ്ഞ കിലോ 200 രൂപയാണ്. അപ്പൊ അര കിലോ 100 രൂപയാണ് വേണ്ടത്. ഇവര് പറഞ്ഞു ഇല്ല, 130 രൂപയ്ക്കൊരു തൂക്കിയപ്പോ 130 രൂപ വേണം, 130 രൂപയുടെ മീനുണ്ട്, തൂക്കത്തിൽ കൂടുതലാണെന്നും. ഞാൻ ഇതുപോലെ കൊണ്ടുവന്ന് അവന്റെ മുഖത്ത് ഞാൻ എറിഞ്ഞിട്ട് കൊടുക്കും. ഇനി ഞാനിത് ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്നെ ആരൊക്കെ എന്തൊക്കെ ട്രോളാൻ വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഇത് വേറെ ഏതെങ്കിലും കണ്ണ് കാണാത്തവരോ അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്തവരോ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവരുടെ ജീവൻ പൊലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന മീൻ കച്ചവടക്കാർ അവർക്ക് തിരിച്ചു കൊടുക്കും അവരുടെ ജീവൻ. ഇതൊന്നും മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഇനി ഒരിക്കലും ഇതുപോലൊരു കടകൾ തുറന്ന് പ്രവർത്തിക്കരുത്, ദയവ് ചെയ്ത്. ഞാനിപ്പോ ഇതിനെതിരെ പ്രതികരിക്കുമ്പം എല്ലാവരും എന്നെ ചൂഷണം ചെയ്യുമായിരിക്കും. എന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ വീടിനകത്ത് നിൽക്കാൻ വയ്യാത്ത ദുർഗന്ധം. അവരുടെ പ്രവൃത്തികൾ തെറ്റാണെങ്കിൽ തെറ്റാണ്, ശരിയാണെങ്കിൽ ശരിയാണ്. നിങ്ങൾക്ക് എന്ത് വേണേലും വിമർശിക്കാം. ഇപ്പൊ എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ നിങ്ങൾക്കത് പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എല്ലാ പ്രേക്ഷകരും പറയണം. അന്നന്ന് പോയി കൊണ്ടുവന്ന് കഴിക്കുന്നവർക്ക് അതിന്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. നമ്മളാരും അത്ര കോടിക്കണക്കിന് സ്വത്തുക്കൾ വാരിക്കൂട്ടി ജീവിക്കുന്നവരൊന്നും അല്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കും. ആർക്കായാലും അവരവരുടെ ജീവന് വില തന്നെയുണ്ട്. അപ്പം ഇവര് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇത്ര രൂപയെന്ന് പറഞ്ഞു നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള മീൻ. അപ്പൊ എന്താണ് അവരുടെ പ്രതികരണമെന്ന് നാളെ ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നാളെ ആ കടയിൽ ചെന്നിട്ട് ലൈവ് പോകുന്നതായിരിക്കും ഞാൻ. 2 കടയിലും 2 കടക്കാരുടെയും പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്കറിയാം.